പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു, താൻ ദൈവമല്ല മനുഷ്യനാണ്, തെറ്റുപറ്റുകളൊക്കെ ഉണ്ടാകാം. നമ്മുടെ പത്രങ്ങൾ വായിച്ചിട്ട് സിനുവിന് കിട്ടിയ ഏക വിവരമാണല്ലേ? അതെ. മോദി ഒരുപാട് കാര്യങ്ങൾക്ക് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ ഒരു വരി മാത്രമാണത്. മോദി പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഇവിടെ ഒരുപാട് പേരെ പൊള്ളിക്കും. അതുകൊണ്ട് അതെല്ലാം അങ്ങ് മൂടി വെച്ചു. എനിക്ക് അത്ഭുതം തോന്നി. ലജ്ജാഭാരത്താൽ എൻ്റെ ശിരസ് കുനിച്ചു. കാരണം ഞാൻ ഒരു മാധ്യമപ്രവർത്തകനാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഫിഗർ അല്ലേ? അതെ. ഇന്ത്യയിലെ മോദിയെപ്പോലെ, ഹിമാലയം പോലെ മോദിയെപ്പോലെ നിൽക്കുന്ന ഒരൊറ്റ രാഷ്ട്രീയക്കാരനുമില്ല. ഇന്ത്യയിൽ സർവാദരണീയനായ, ഏറ്റവും സർവാദരണീയനായ മനുഷ്യൻ, എല്ലാ ജനങ്ങൾക്കും, ആബാലവൃദ്ധം ജനങ്ങൾക്കും അറിയാവുന്ന മനുഷ്യൻ നരേന്ദ്രമോദിയാണ്. അദ്ദേഹം തൻ്റെ ജീവിതം, തൻ്റെ രാഷ്ട്രീയം, തൻ്റെ ചിന്തകൾ അവയെക്കുറിച്ച് വളരെ ദീർഘമായ ഒരു അഭിമുഖം എവിടെ പറഞ്ഞു തുടങ്ങിയോ? ഒരു ഓൺലൈൻ ചാനൽ, നമ്മളെ പോലെയുള്ള ഒരു ഓൺലൈൻ ചാനൽ, സിറോദ എന്ന് പറയുന്ന ഓൺലൈൻ ചാനലിൽ നിഖിൽ കാമത്തുമായി ഒരു അഭിമുഖം. ഓൺലൈൻ ചാനലിൽ നരേന്ദ്രമോദി അഭിമുഖം കൊടുത്തു. അതെ. ആ അഭിമുഖത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് ഒരു സിംഗിൾ ലൈൻ എടുത്ത് വെച്ചിട്ട് അത് പണ്ട് മോദി പറഞ്ഞതിനെതിരാണ്. ഇപ്പോൾ മോദി സമ്മതിച്ചു താൻ ദൈവപുത്രനല്ല, താൻ മനുഷ്യനാണെന്ന് പറഞ്ഞു എന്ന തരത്തിൽ വളച്ചൊടിച്ച് വക്രീകരിച്ച് പറയുന്നത് കണ്ടിട്ട് ലജ്ജ കൊണ്ടൊരു മാധ്യമപ്രവർത്തനായി എൻ്റെ തല കുനിഞ്ഞു പോകുന്നു. സിനു ആ അഭിമുഖം മുഴുവൻ വായിച്ചില്ലോ എന്നത് എനിക്ക് സങ്കടകരമാണ്. അതാണ് അവസ്ഥ. കാരണം എങ്ങനെ വായിക്കും? അത് നമുക്ക് തരുന്നില്ല. നമ്മുടെ മാധ്യമങ്ങളൊന്നും പ്രസിദ്ധീകരിക്കുന്നില്ല. പിന്നെ അതിനകത്ത് വേറൊന്നുകൂടെ ഉണ്ട്. അതിനകത്ത് എല്ലാ പത്രങ്ങളും കൊടുത്തൊരു സാധനമുണ്ട്. ഞാൻ കൊച്ചിലെ വീട്ടിലെ എല്ലാവരുടെ തുണി ഞാനാണ് കഴുകിയിരുന്നത്, അതുകൊണ്ട് അത് എനിക്ക് ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് എനിക്ക് പുറത്ത് പോകാമായിരുന്നു, കുളത്തിൽ നീന്താൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളാണോ സാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞത്? അല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ സത്യം അറിയണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞ വളരെ നിർണായകമായ കാര്യങ്ങളുണ്ട്, അത് കേൾക്കണം. അദ്ദേഹം ഗോദ്രയെക്കുറിച്ച് പറഞ്ഞു. കൊടുക്കുമോ ഇവിടുത്തെ പത്രങ്ങൾ? കൊടുക്കില്ല. അദ്ദേഹം ഗോദ്രയെക്കുറിച്ച് പറഞ്ഞു. തനിക്ക് അമേരിക്ക വിസ നിഷേധിച്ച പഴയ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം മറച്ചു വെച്ചിട്ട് മോദി കുളത്തിൽ തുണി നനയ്ക്കാൻ പോയെന്നും ഞാൻ തെറ്റുപറ്റാവുന്ന ഒരു സാധാരണ മനുഷ്യനാണെന്നും പറഞ്ഞു എന്നുള്ളത് മാത്രം വാർത്ത കൊടുക്കുന്നത് മാധ്യമ പ്രവർത്തനമല്ല, പച്ച മലയാളത്തിൽ വ്യഭിചാരമാണ്. അതുകൊണ്ട് മോദിയുടെ പ്രസംഗത്തിലെ പ്രസക്തമായ ഭാഗങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഗോദ്ര കലാപത്തെക്കുറിച്ച്. ഗോദ്ര കലാപമല്ല, ഗോദ്ര കൂട്ടക്കൊല. എനിക്ക് തെറ്റി, പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഗോദ്ര കലാപം എന്ന് പറയാൻ പാടില്ലായിരുന്നു. കലാപം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ട് കൂട്ടം ആളുകളുണ്ടല്ലേ. യുദ്ധം എന്ന് പറയുന്ന രണ്ട് കൂട്ടം ആളുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ്. ഏകപക്ഷീയമായി ഒരു മനുഷ്യനെ തല്ലിക്കൊന്നാൽ അത് യുദ്ധമാകുന്നത് എങ്ങനെയാണ്? കലാപമാകുന്നത് എങ്ങനെയാണ്? കൊലയാണ്, കൊലപാതകമാണ്, കൂട്ടക്കൊലയാണ് ഗോദ്രയിൽ നടന്നത്. അയോധ്യയിൽ നിന്ന് കർസേവ കഴിഞ്ഞു മടങ്ങുന്ന തീവണ്ടി ഗോദ്ര സ്റ്റേഷനിൽ ലേറ്റായി വരുന്നു. സ്വാമിമാരും ആ കുട്ടികളും സ്ത്രീകളും ഒക്കെയുള്ള വണ്ടി. ആ വണ്ടി 2000-ഓളം ആളുകൾ വന്ന് തീവണ്ടി വളയുന്നു. അതിനകത്തേക്ക് കല്ലെറിയുന്നു, പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. 59 പേർ വെന്തു മരിച്ചു. അന്ന് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. മോദി അതേക്കുറിച്ച് പറയുന്നു. ഗോദ്ര സംഭവത്തെക്കുറിച്ച് നരേന്ദ്രമോദി ഈ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ ഏതാണ്ട് ഞാൻ പറയുന്ന പോലെയാണ്, പദാനുപദ തർജ്ജമയല്ല. അതൊരു വേദനാജനകമായ കാഴ്ചയായിരുന്നു. ഞാൻ പോയി അവിടെ കണ്ടു. എല്ലായിടത്തും കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളായിരുന്നു. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ അത്? ഞാനൊരു മനുഷ്യനാണ്, എനിക്കും എല്ലാം തോന്നി. കാരണം നമ്മുടെ സഹജീവികളായ, നമ്മുടെ കൂടപ്പുറപ്പുകളായ 59 ആളുകൾ കത്തിക്കരിഞ്ഞ് ചാരമായി കിടക്കുന്ന കാണുമ്പോൾ, അവരെ കൊന്നതാണെന്ന് ഓർക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരമില്ലേ, ആ വികാരമെല്ലാം മോദിക്കും തോന്നി എന്ന് പറയുന്നു. പുള്ളി അഡ്മിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ കൊന്നിട്ടിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും, നമുക്ക് സങ്കടം വരും, ദേഷ്യം വരും, പക വരും, ഒക്കെ വരും. അത്ര എല്ലാ വികാരങ്ങളും എനിക്കും വന്നു. എന്നാൽ വികാരങ്ങൾക്ക് മുകളിൽ ഉയർന്നു പ്രവർത്തിക്കേണ്ടുന്ന ഒരു പദവിയിലാണ് ഞാനെന്നതും എനിക്കറിയാമായിരുന്നു. അങ്ങനെ വികാരം കൊണ്ട് അടുത്ത വെട്ടുകത്തി എടുക്കേണ്ട ആളല്ല എന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ ഇരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പദവിയിലായിരുന്നു. എൻ്റെ സ്വാഭാവിക വികാരങ്ങൾ ഞാൻ അടക്കി. ഞാൻ സ്വയം നിയന്ത്രണത്തിന് വിധേയനായി. പറയുന്നത് ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി പറയുന്നു. നോക്കൂ, ഈ 59 പേർ കത്തിക്കരിഞ്ഞ് കിടക്കുന്ന കണ്ടപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ വികാരങ്ങൾ തനിക്കും ഉണ്ടായി എന്ന് മോദി പറയുന്നു. പക്ഷേ ഞാനിരിക്കുന്ന പദവിയോർത്ത് ഞാൻ സ്വയം നിയന്ത്രിച്ചു.
പദവിയില്ലാത്ത മനുഷ്യനെ എന്ത് ചെയ്യും? മോദിക്ക് നിയന്ത്രിക്കാൻ ഒരു പദവി ഉണ്ടായിരുന്നു, ആത്മനിയന്ത്രണത്തിന്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ചുമതലയിരിക്കുകയാണ് അല്ലേ? എനിക്ക് അങ്ങനെ ഒരു വികാരത്തിന് അടിമപ്പെടാൻ പാടില്ല എന്ന് മോദി നിയന്ത്രിച്ചു. പക്ഷേ ഇവരുടെ ബന്ധുക്കൾ, ഇവരുടെ സഹപ്രവർത്തകർ, ഇവരുടെ കൂടെ ഉണ്ടായിരുന്നവർ, ഇവരുടെ അതേ വിശ്വാസധാര പിന്തുടർന്ന ആയിരക്കണക്കിന് ആളുകൾ, അവരെ ആര് നിയന്ത്രിക്കും? അവരുടെ വികാരം അണവൊട്ടി ഒഴുകും. അങ്ങനെയാണ് ഗുജറാത്ത് കലാപം ഉണ്ടായത്. പക്ഷേ നിങ്ങൾ ഗുജറാത്ത് കലാപം മുതലാണ് ചരിത്രം തുടങ്ങുന്നത്. ഗോദ്ര മറക്കുന്നു. അതിനുള്ള മറുപടിയാണ് പ്രധാനമന്ത്രി ഇത്രയും പറഞ്ഞതിൽ ഗുജറാത്ത് കലാപത്തിൻ്റെ ഉത്തരവുണ്ട്. മുഖ്യമന്ത്രിക്ക് നിയന്ത്രിക്കേണ്ടി വന്നു. പക്ഷേ മുഖ്യമന്ത്രിക്ക് പോലും വികാരത്തള്ളിച്ചുണ്ടായി. എനിക്കെല്ലാം തോന്നി എന്ന് മോദി പറയുന്നുണ്ട്. എനിക്കെല്ലാം തോന്നി. എല്ലാം തോന്നിയ മോദിയെ നിയന്ത്രിച്ചത് തൻ്റെ പദവിയാണ്, തൻ്റെ സ്ഥാനമാണ്, തൻ്റെ ഭരണഘടനാ ബാധ്യതയാണ്. പക്ഷേ സാധാരണക്കാരായ ഇവരുടെ ബന്ധുക്കൾക്ക്, രാഷ്ട്രീയ പിന്തുണയുള്ള സഹപ്രവർത്തകർക്ക് അങ്ങനെ തോന്നിയെന്ന് വരില്ല സാർ. ഗുജറാത്ത് കത്തിയിട്ടുണ്ടാവും, ആളുകൾ മരിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമാണ്. നിങ്ങളെന്തുകൊണ്ട് ഗോദ്രയെക്കുറിച്ച് പറയുന്നില്ല? ഗോദ്ര എന്ന് പറയുന്ന സംഭവം നമ്മുടെ ചരിത്രത്തിൽ നിന്ന് തമസ്കരിക്കാൻ ശ്രമിക്കുന്ന മുഴുവൻ പേരോടുമാണ് ഗോദ്ര എനിക്കെല്ലാം തോന്നിപ്പിച്ചു എന്ന് മോദി പറയുന്നത്. അത് സത്യമാണ്. അത് പറയാതെ, അതാണ് മോദിയുടെ വ്യക്തിത്വം. അവിടെയാണ് മോദി തനിക്കും തോന്നി, വികാരമുണ്ടായി എന്ന് പറയാൻ മോദി മടിക്കുന്നില്ല. കാരണം അദ്ദേഹം സ്വാഭിമാനിയായ ഒരു ഹിന്ദുവും കൂടിയാണ് അല്ലേ? അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് തോന്നി, എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ വിശ്വാസധാരയിൽപ്പെട്ട ആളുകൾ കരിഞ്ഞു കിടക്കുന്നു. അവരാകെ ചെയ്തത് ഭഗവാൻ ശ്രീരാമൻ്റെ ക്ഷേത്രമുണ്ടാക്കുന്ന സ്ഥലത്ത് പോയി വന്നവരാണ് എന്ന് ഒറ്റക്കാരണം കൊണ്ട് അവരെ കൊന്നത്. അവർക്കൊന്നും ഉറക്കെ കരയാൻ പറ്റിയില്ല. അവരുടെ തീവണ്ടി വാതിലുകൾ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ ഒരു മാർഗ്ഗവും. എന്നിട്ട് വേറെ ഏതോ സ്റ്റേഷനിൽ നിന്ന് ഇതിനകത്തും കൊണ്ട് പെട്രോൾ വെച്ചിരുന്നു. എന്നിട്ട് കല്ലെറിഞ്ഞു. 2000-ഓളം ആളുകൾ കൂടി കൊല്ലവരെ എന്ന് പറഞ്ഞ് അല്ലാഹു അക്ബർ, ബോലോ തക്ബീർ വിളിച്ചിട്ടാണ് ഈ തീവണ്ടി കത്തിച്ചത്. അതിനെ മാറ്റി മറച്ചു വെച്ചിട്ട് അതിന് ശേഷമുണ്ടായ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് മാത്രം പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുള്ള രാജ്യത്താണ് പ്രധാനമന്ത്രി ഗോദ്രയെക്കുറിച്ച് പറഞ്ഞത്. അത് വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് പറയില്ല. അതുകൊണ്ടാണ് വാർത്തയിലില്ല. തീർന്നില്ല. മോദി പിന്നെ പറഞ്ഞു, എനിക്ക് അമേരിക്ക വിസ നിഷേധിച്ചു. വ്യാജ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻ്റെ വിസ റദ്ദാക്കിയത്. ഇവിടെയുള്ള ചിലരാണ് അതിൻ്റെ പിന്നിൽ കളിച്ചത്. ഞാൻ ഒരു വ്യക്തി എന്ന പോലെ എനിക്ക് അമേരിക്കയ്ക്ക് പോകുമ്പോൾ നീ വരണ്ടെന്ന് പറഞ്ഞൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ രാജ്യത്ത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അത് എൻ്റെ സർക്കാരിനെ മാത്രമല്ല, ഈ രാജ്യത്തെ അപമാനിക്കുന്ന നടപടിയായിരുന്നു അമേരിക്ക കാണിച്ചത്. അപ്പോൾ അത്തരം ഒരവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതാരാണ്? ഇവിടെയുള്ളവർ, ഈ രാജ്യത്തുള്ളവരാണ് അമേരിക്കയെ പ്രേരിപ്പിച്ച് നരേന്ദ്രമോദിക്ക്, ഒരു മുഖ്യമന്ത്രിക്ക് വിസ കൊടുക്കരുതെന്ന് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടു, മോദിക്ക് വിസ കൊടുക്കരുതെന്ന്. അത് ഈ രാജ്യത്തെ അപമാനിച്ചതിന് തുല്യമാണ്. ഞാൻ അങ്ങനെ ഓർഡറിളക്കി വന്ന ആളൊന്നുമല്ല. ഞാൻ ഈ സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുക്കരുതെന്ന് പറയാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ അമേരിക്കയ്ക്ക് കത്തെഴുതി. എത്ര ലജ്ജാകരമാണ്! സ്വന്തം രാജ്യത്തെ അപമാനിക്കുന്ന നടപടിയായിരുന്നു. സ്വകാര്യ വ്യക്തി എന്ന നിലയിൽ എനിക്ക് അമേരിക്കയിൽ പോകുന്നതൊന്നും വലിയ കാര്യമല്ല. പക്ഷേ ഞാൻ മുഖ്യമന്ത്രിയായിരുന്നു, ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് തലവനായിരുന്നു. എന്താണ് ഈ നാട്ടിലെ പ്രതിപക്ഷം ചെയ്യുന്നതെന്ന് സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഞാനൊരു ഇലക്ടഡ് CM അല്ലേ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു എന്ന് മോദി പറയുന്നു. ഇനി മോദി പറയുകയാണ്, അന്നൊരു പത്രസമ്മേളനത്തിൽ എന്നോട് ഇത് സംബന്ധിച്ച് ചോദ്യം വന്നു. അമേരിക്ക നിങ്ങൾക്ക് വിസ നിഷേധിച്ചല്ലോ എന്ന് ചോദിച്ചു. മോദി പറഞ്ഞു, എൻ്റെ വിസ അവർ നിഷേധിച്ചു, പക്ഷേ ഇന്ത്യൻ വിസയ്ക്ക് വേണ്ടി അവരും ലോകത്തുള്ളവരെല്ലാവരും കാത്തു നിൽക്കുന്ന ഒരു കാലം വരും എന്ന് ഞാനന്ന് പറഞ്ഞു പത്രസമ്മേളനത്തിൽ. നോക്കൂ, ഇപ്പോഴത്തെ ഇന്ത്യക്ക് ആ സമയം വന്നിരിക്കുന്നു. എല്ലാവരും ഇന്ത്യയിലേക്ക് നോക്കുകയാണ്. ഇന്ത്യയിലേക്കാണ് ആളുകൾ വരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യ മാറിയിരിക്കുന്നു. അത് മോദി പറഞ്ഞു. അതിനെക്കുറിച്ച് വാർത്തയില്ല. പിന്നെ പത്രങ്ങൾ കൊടുത്ത ഭാഗമുണ്ടല്ലോ, അതിനെക്കുറിച്ച് മോദി പറയുന്നത്, ഞാൻ മുഖ്യമന്ത്രിയായപ്പോൾ ഞാൻ ഒരു പ്രസംഗം നടത്തി. അതായത്
മറഞ്ഞു കിടക്കുന്ന എല്ലാ വസ്തുതകളും ഞാൻ പുറത്തു കൊണ്ടുവരും. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ടതെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും, എല്ലാം പുറത്തു കൊണ്ടുവരും. പക്ഷേ ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നെ മനുഷ്യരല്ലേ, മനുഷ്യർക്ക് തെറ്റുപറ്റാം. എന്നാൽ ഞാൻ ദുരുദ്ദേശത്തോടെ ഇന്നുവരെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഒരു കാര്യവും ദുരുദ്ദേശത്തോടെ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തു പോയ കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റുപറ്റിയിരിക്കാം, പക്ഷേ ഞാൻ ചെയ്ത കാര്യങ്ങൾക്കൊന്നും ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ല. അത് ആ വരി എടുത്തിട്ടാണ് ഞാൻ മനുഷ്യനല്ലേ, എനിക്ക് തെറ്റുപറ്റിയേക്കാം എന്ന് മോദി പറഞ്ഞു എന്നും പറഞ്ഞിട്ട് വാർത്തയാക്കിയിരിക്കുന്നത്. എൻ്റെ ജീവിത മന്ത്രങ്ങൾ, ഞാൻ എൻ്റെ ജീവിത മന്ത്രങ്ങൾ അനുസരിച്ച് മാത്രം പെരുമാറുന്ന ആളാണ്. എനിക്കൊരു ലക്ഷ്യമുണ്ട്, എൻ്റെ ജീവിതത്തിനൊരു മന്ത്രമുണ്ട്. എന്ത് ചെയ്യണം, ഞാൻ എന്തിനായി ഭൂമിയിലേക്ക് വന്നവനാണ്, എന്തിനായി രാഷ്ട്രീയത്തിൽ വന്ന ആളാണ് എന്ന് എനിക്കൊരു നിശ്ചയമുണ്ട്. അതെൻ്റെ ജീവിത മന്ത്രമാണ്. അതനുസരിച്ച് മാത്രമേ ഞാൻ പെരുമാറുകയുള്ളൂ. ഞാൻ ദൈവമൊന്നുമല്ല, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ എടുത്ത തീരുമാനങ്ങളിൽ ചിലപ്പോൾ തെറ്റുകൾ വന്നിട്ടുണ്ടാകാം, എനിക്കറിയില്ല. നിങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ തിരുത്തും. ഇതാണ് മോദി പറയുന്നത്. അതിനെടുത്തിട്ട് പറയാണ് ഞാൻ ദൈവമല്ല എന്ന് മോദി പറഞ്ഞു. മോദി അന്ന് പറഞ്ഞിരുന്നു ദൈവമാണെന്ന് പറഞ്ഞിരുന്നു എന്ന തരത്തിൽ കണക്ട് ചെയ്ത്. ഇത് സ്വാഭാവികമായും പറയാം, എല്ലാ മനുഷ്യർക്കും തെറ്റുപറ്റും. ഞാൻ അങ്ങനെയൊന്നുമില്ല, എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, ഞാൻ അതനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ ദൈവമൊന്നും അല്ലാത്ത കാരണം ചിലപ്പോൾ നമ്മുടെ പ്രവർത്തികളിൽ തെറ്റുണ്ടാവാം, അത് ചൂണ്ടിക്കാട്ടികൾ ഞാൻ തിരുത്താറുണ്ടെന്ന് പറഞ്ഞതിൽ നിന്ന് എങ്ങനെ സമർത്ഥമായി 2 വരികൾ അടർത്തിയെടുത്ത് ഒരു നറേറ്റീവ് ഉണ്ടാക്കി മോദിയെ അപഹസിക്കുന്ന ഒരു വാർത്ത. അന്ന് അങ്ങനെ ദൈവമാണെന്ന് പറഞ്ഞു, ഇന്ന് ദൈവമല്ല എന്ന് പറയുന്ന തരത്തിൽ ട്വിസ്റ്റ് ചെയ്യുന്ന വൃത്തികെട്ട മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഉദാഹരണമാണ് ഈ പ്രസംഗം ഇന്ന് മലയാള പത്രങ്ങളിൽ ഉൾപ്പെടെ വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് പത്രം എടുത്ത് വായിക്കുക, നിങ്ങൾ നാഷണൽ മീഡിയ വായിക്കുക, അവരെങ്ങനെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അന്തസ്സായിട്ട് മാധ്യമധർമ്മം എന്താണെന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ വാർത്ത കൊടുത്തിട്ടുണ്ട്. പക്ഷേ മലയാളത്തിൽ അതല്ലേ ചെയ്യുള്ളൂ. യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനം കിട്ടിയ സമ്മാനം കിട്ടിയ കൊച്ചിനോട് അശ്ലീല പ്രയോഗം നടത്തിയ ബിരുദന്മാരല്ലേ മലയാളത്തിലെ മാധ്യമ പ്രവർത്തനങ്ങളിലിരിക്കുന്നത്. ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തല്ലേ, ഡോക്ടറേറ്റ് ഒക്കെ ഉണ്ട് ഇവൻ്റെ മുന്നിലെന്നാണ് പറയുന്നത്. ബാലാവകാശ ഒരു കുട്ടിയെക്കുറിച്ച് പോക്സോ കേസിലെ പ്രതിയാണ്. ബോബി ചെമ്മണ്ണൂരിനെ മാത്രമല്ല, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യണം. പോക്സോ അല്ലേ, ഒരു കുട്ടിയെ ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചാൽ അത് പോക്സോ കേസിന്റെ പരിധിയിൽ വരും. അതുകൊണ്ടാണ് സ്വമേധയാ കേസ്. പിണറായി വിജയന് തൻ്റെ ഇടം ഉണ്ടോ അറസ്റ്റ് ചെയ്യാൻ? ചെയ്യില്ല. കാരണം മാധ്യമ പ്രവർത്തകർ എന്തോ പ്രിവിലേജ് ഉണ്ട് ചില കാര്യങ്ങളിൽ. തേങ്ങയാണ് തേങ്ങ. മാധ്യമ പ്രവർത്തകർ ഒരവകാശവും ഇല്ല. ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ ഇപ്പം ചില മാധ്യമ പ്രവർത്തകർക്ക് പെട്ടെന്ന് കേസ് എടുക്കും. കാരണം ഇതൊക്കെ പിണറായിക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഈ തടവി കൊടുക്കുമല്ലോ. പിണറായിക്കും ഇടതുപക്ഷ സർക്കാരിനും ക്ഷീണം വരുമ്പോൾ ഉച്ചയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കും, പുറം തടവി കൊടുക്കും, അങ്ങനെ ചെയ്തു കൊടുക്കും. അതുകൊണ്ട് അവർക്ക് കേസില്ല, പോക്സോ ഇല്ല. അതുപോട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പിന്നെ ഈ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എടുക്കുന്നുണ്ടല്ലോ, ഈ അപ്പോൾ റിസ്ക് വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ എടുക്കുമോ? റിസ്കി മോദിജി നമ്മൾ കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. കാരണം പ്രധാനമന്ത്രി ചിരിച്ചില്ലെങ്കിൽ എനിക്ക് ചിരി വരും. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത് റിസ്കി തീരുമാനമല്ലായിരുന്നു. കാരണം എന്തെല്ലാം കലാപം രാജ്യത്തുണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. കാശ്മീരിൽ നിന്ന് കത്തുമെന്ന് കരുതി. റിസ്ക് അല്ലേ, തീരുമാനം എടുത്തു, നടപ്പാക്കി, ഒരു പുല്ല് നടന്നില്ല അല്ലേ. പൂ പറിക്കുന്ന ലാഘവത്തോടെ സ്ക്രാപ്പ് ചെയ്ത് ദൂരെ കളഞ്ഞു. എന്നിട്ട് അവിടെ കൃത്യമായിട്ട് ഇലക്ഷൻ നടത്തി സർക്കാർ കൊണ്ടുവന്നു. അപ്പോൾ മോദി പറഞ്ഞ് റിസ്ക്, എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, റിസ്ക് ഉണ്ടെന്ന് വെച്ച് ഞാൻ ചെയ്യാതിരിക്കില്ല. പിന്നെ ഉത്കണ്ഠയുണ്ടോ അങ്ങനെ ചെയ്യുമ്പോൾ? ഉത്കണ്ഠയുണ്ട്. ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം പ്രഖ്യാപിച്ചു, ഒരു നയം പ്രഖ്യാപിച്ചു, നോട്ട് നിരോധനം, ഞാൻ പറയുകയാണ്, മോദി പറഞ്ഞതല്ല, ഞാൻ സങ്കല്പിക്കുകയാണ്. മോദി പറഞ്ഞു എനിക്കും തീരുമാനങ്ങളെക്കുറിച്ച് ഉത്കണ്ഠ ഉണ്ടാവാറുണ്ട്. ഒരു പക്ഷേ നോട്ട് നിരോധനം വന്നപ്പോൾ മോദിക്ക് ഉത്കണ്ഠ ഉണ്ടായിരിക്കും. എങ്ങനെ അതിന് ജനങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ പോലും പെട്ടെന്ന് ATMകൾ വർക്ക് ചെയ്യുന്നില്ല, പണം വരുന്നില്ല, ആളുകളുടെ ഈ കാശില്ല, അപ്പോൾ ഇതെങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ള ഉത്കണ്ഠ ഉണ്ടായിരിക്കാം. മോദി പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് ഉത്കണ്ഠയൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കത് മാനേജ് ചെയ്യാൻ അറിയാം, ഞാനത് മാനേജ് ചെയ്തിട്ടുണ്ട്, ഞാൻ അക്കാര്യത്തിൽ ഫെയിലിയർ ആയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. മോദി പിന്നെ തൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ജീവിതത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ആലോചിക്കാറില്ല. ജനിച്ചു, നമ്മൾ ജീവിക്കുന്നു, എത്ര കാലം ജീവിക്കുമെന്നതിനെക്കുറിച്ചോ എപ്പോൾ മരിക്കുമെന്നതിനെക്കുറിച്ചോ എനിക്കൊരാശങ്കയില്ല. കണക്ക് കൂട്ടി ജീവിക്കുന്നവർക്കാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അത്തരം ഒരവസ്ഥയിൽ എങ്ങനെ എത്തി, ഞാൻ ഇങ്ങനെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ചിന്തകളില്ലാതെ ഒരു നിർമ്മമതയോടെ ജീവിക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് താൻ വളർന്ന സംസ്കാരം, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മ,
എൻ്റെ അമ്മ പറയുന്നത് ഞാൻ ഒരു അധ്യാപകനാകണമെന്ന് അമ്മ ആഗ്രഹിച്ചിരുന്നു. അമ്മ സമീപ പ്രദേശത്തുള്ളവർക്കെല്ലാം മധുര പലഹാരങ്ങൾ കൊടുക്കുമായിരുന്നു. അമ്മ വീട്ടിൽ വളർത്തിയ ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷം, പിന്നെ RSSൻ്റെ പ്രവർത്തകനായത്, വീട്ടിൽ നിന്ന് അപ്പോഴാണ് പറയുന്നത് എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തൊക്കെ പോകണമായിരുന്നു, അതിന് ഈ കുളത്തിൽ പോകാൻ ഇഷ്ടമായിരുന്നു. അതിനുവേണ്ടി ഞാൻ പറയും വീട്ടിലെ തുണിയല്ല എനിക്ക് തന്നേക്ക്, ഞാൻ കൊണ്ട് കഴുകിയിട്ട് വരാം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ തുണികളുമായിട്ട് കുളത്തിൽ പോകാം, അവിടെ പോയി കളിക്കാം, കുളത്തിൽ നീന്താം. അപ്പോൾ അത് അല്ലാതെ വീട്ടിലെ വേലക്കാരനായിരുന്നു എന്നല്ല. കുട്ടി പറയുകയാണ് അവന് കുറച്ച് പുറത്ത് കുളത്തിൽ പോയി നീന്താൻ കുളത്തിൽ പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വീട്ടുകാരെ സമ്മതിക്കത്തില്ല. ഞാനെന്നാൽ തുണിയൊക്കെ കഴുകിക്കോളാം എന്ന് പറഞ്ഞ് പോകുമ്പോൾ അക്കൂട്ടത്തിൽ അവന് തുണി കഴുകുകയും ചെയ്യാം, അതിൻ്റെ വാഴ നനയുമ്പോൾ ചീരയും നനയും എന്ന് പറഞ്ഞ പോലെ എനിക്ക് നീന്തുകയും ചെയ്യാം. അങ്ങനെ പോയിരുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ ഞാനായിരുന്നു വീട്ടിലെ തുണി മുഴുവൻ കഴുകിയിരുന്നത് എന്ന് പറഞ്ഞിട്ട് വീട്ടിലെ വേലക്കാരനായിരുന്നു എന്നുള്ള സിമ്പതി നേടാനൊന്നും അല്ല മോദി അത് പറഞ്ഞത്. ഇനി അങ്ങയുടെ ആഗ്രഹം എന്താണ് എന്ന ചോദ്യം. ഇനിയിപ്പോൾ നമ്മൾ ആലോചിക്കും, ഇന്ത്യൻ പ്രധാനമന്ത്രി വരെയായ ഒരാൾക്ക് ഇനി എന്താ ആഗ്രഹം? മോദി പറഞ്ഞു എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഊഹിക്കാമോ എന്താണെന്ന്? മോദിയുടെ ഏറ്റവും വലിയ ആഗ്രഹം പ്രേക്ഷകർക്ക് ഊഹിക്കാമോ? ഞാൻ പ്രേക്ഷകരോട് ചോദിക്കുന്നത്. എങ്കിൽ നരേന്ദ്രമോദി ഇന്നലെ ഈ പോഡ്കാസ്റ്റിൽ ഓൺലൈൻ ചാനലിൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞു, എനിക്ക് ശ്രീരാമകൃഷ്ണ മിഷനിൽ ചേർന്ന് ഒരു സന്യാസിയാവണം. ഏറ്റവും വലിയ ആഗ്രഹം. എനിക്ക് ഹിമാലയ സാനുക്കളിലും കുച്ചിലെ ഉപ്പ് കലർന്ന മരുഭൂമികളിലൂടെയും ഒരു സന്യാസിയായി അലഞ്ഞ് നടക്കണം. എനിക്ക് അധികാരം ശാശ്വതമല്ല, എനിക്കത് വിട്ടു പോകണം. എനിക്ക് പോകണം സന്യാസി അവിടെ രാമകൃഷ്ണ മിഷനിൽ എനിക്കൊരു സന്യാസിയായിട്ട് ഹിമാലയ സാനുക്കളിലൂടെയും കച്ചിലെ സാൾട്ട് ഡെസേർട്ടിലുമൊക്കെ എനിക്ക് ഒരു അവധൂതനെ പോലെ, സന്യാസിയെ പോലെ കച്ചിലും ഹിമാലയ സാനുക്കളിലും അലഞ്ഞു തിരിയണം. രാമകൃഷ്ണ മിഷനിലെ സന്യാസിയാവണമെന്നാണ് എനിക്ക് ആഗ്രഹമെന്നും കൂടി പറഞ്ഞിട്ടാണ് മോദി ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നത്. ഇതിൽ എത്ര വരികൾ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ മലയാള പത്രങ്ങളിൽ നിങ്ങൾ വായിച്ചു. ഇങ്ങനെയാണ് ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ ദർശനം, അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യട്ടെ. ഇങ്ങനെയാണ്. എത്ര കാലത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു അഭിമുഖത്തിൽ? അതാണ് അതിന് മലയാള പത്രങ്ങളിൽ എത്ര അശ്ലീലപരമായിട്ട് റിപ്പോർട്ട് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? അതെ. അപ്പോൾ ഏതായാലും രാമകൃഷ്ണ മിഷന് ഒരു വലിയ ബഹുമതിയാണ്. മോദി പറയുന്നു എനിക്ക് സന്യാസിയാവണം, കച്ചിലും ഹിമാലയത്തിലും എനിക്ക് അറിയണം. രാമകൃഷ്ണ മിഷൻ്റെ ഒരു മോങ്കായിട്ട്, ഒരു സന്യാസിയായിട്ട് എനിക്ക് അലഞ്ഞു തിരിയണം എന്ന് പറഞ്ഞിട്ടാണ് ഈ മനോഹരമായ ഹൃദയവർജകമായ അഭിമുഖം നരേന്ദ്രമോദി അവസാനിപ്പിച്ചത്. പക്ഷേ മലയാളത്തിലെ പ്രേക്ഷകർക്ക് നമ്മുടെ മുഖ്യധാര ടെലിവിഷനുകളിലൂടെ ഇതറിയാൻ വഴിയില്ല, പത്രങ്ങളിൽ വായിച്ചറിയാൻ വഴിയില്ല. അതുകൊണ്ട് ആ ദൗത്യം വിനയപൂർവ്വം അഭിമാനപൂർവ്വം ABC ഏറ്റെടുത്ത് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.